നമുക്ക് ശരിക്കും ജോജി ജോസഫ് സാറിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ചർച്ച വളരെ വൈഡായിട്ടുള്ള ഒരു ആംഗിളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് GST കുറിച്ച്. ഈ തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയും പോലെ ശരിക്കും ഒരാളുടെ കയ്യിൽ ബില്ല് കിട്ടുമ്പോൾ ആണ് പലപ്പോഴും നമ്മൾ GST കുറിച്ച് ചിന്തിക്കുന്നത്. ആ ബില്ലിൽ GSTയുടെ പേരിലും കേന്ദ്രത്തിന് കൊടുക്കേണ്ട ഇതിൻ്റെ നികുതിയുടെ പേരിലുള്ള എമൗണ്ട് കൂടി വരുമ്പോഴാണ് ഇത് GST ആണെന്നുള്ളത് ശരിക്കും തോന്നുന്നത്. ശരിക്കും നമുക്ക് എങ്ങനെ ഇത് കുറച്ചും കൂടെ ഇപ്പോൾ അതേക്കുറിച്ചുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള ചർച്ചയായിരുന്നു. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് നമുക്കിത് കുറച്ചുകൂടെ എവിടെയാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? അതായത് ഇത് ഗുണപ്രദമാണെങ്കിൽ പൊതുസമൂഹത്തിന് ഗുണപ്രദമാണെങ്കിൽ ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലാണ് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ആണല്ലോ ഒരാൾ. ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, ജനങ്ങളുടെ ഉന്നമനമാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതെ. അപ്പം ഇവിടെ സാംസേട്ടൻ പറഞ്ഞ പോലെ ഈ നികുതി ഘടന ഇത് 3 മുതൽ 28 വരെ കൊണ്ടുവരുവാണ്. ഏറ്റവും കൂടുതൽ ഉപഭോഗമുള്ള സിമെൻറ്റിന് 28% നികുതി. അപ്പോൾ അത്രയും നികുതി എന്തിനാണ് വാങ്ങിക്കുന്നത്? നമുക്കിപ്പം ഇപ്പോൾ കേരളത്തിലെ കച്ചവടക്കാരുടെ കണക്ക് പറഞ്ഞു. അപ്പം നികുതി ഘടന ഏകീകരിച്ചാൽ നികുതിയുടെ ആ പേഴ്സൻറ്റേജ് കുറച്ചുകൊണ്ട് രജിസ്ട്രേഷൻ കൂട്ടുക എന്നുള്ളൊരു നടപടിയിലേക്ക് ഗവൺമെൻറ് തിരിഞ്ഞാൽ വരുമാനത്തിനൊട്ടും കുറവ് വരത്തില്ല. അത് കച്ചവടക്കാരനും ഇവിടെ വിലവർധനവ് നേരിടുന്ന പൊതുസമൂഹത്തിനും വളരെ ഗുണകരമായിരിക്കും. ഇപ്പം 18%, 28% ചില ഐറ്റങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പുതുതായി രൂപപ്പെട്ട് വരുന്ന ഇപ്പം ഹോം ഇൻസിനറേറ്ററുകൾ, ഇപ്പം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പുതിയ മുദ്രാവാക്യമാണ് പുതിയതായിട്ട് നമ്മൾ നേരിടുന്നൊരു വലിയ വിഷയം. അപ്പം അത്തരം ഇൻസിനറേറ്ററുകൾ വാങ്ങുന്നു, അതിന് 18% നികുതി ഏർപ്പെടുത്തിയിരിക്കുമോ? അപ്പോൾ അതൊക്കെ കുറച്ച് അപ്പോൾ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട മേഖലകളിലെങ്കിലും ആ നികുതി ഘടന അവിടെ മാറ്റം വരുത്തിക്കൊണ്ട് അവിടെ കുറഞ്ഞ തോതിലുള്ള ഒരു നികുതി ഏർപ്പെടുത്തുകയും അതുപോലെ ഇപ്പം നിലവിൽ ഉള്ള ഇപ്പം ഇതിനകത്ത് നേരിടുന്ന അപാകതകൾ ഒട്ടനവധി അപാകതകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ചർച്ച ചെയ്യപ്പെട്ടു. അതെല്ലാം ദൂരീകരിക്കേണ്ടതാണ് അടിയന്തരമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ E-way ബില്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എറണാകുളത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിൻ്റെ കണ്ണൂരുള്ള ഡിപ്പോയിലേക്ക് സാധനം കൊണ്ടുപോകും. ഇപ്പോൾ 8 മണിക്കൂറാണ് അതിൻ്റെ ഒരു E-way ബിൽ ജനറേറ്റ് ചെയ്താൽ അതിൻ്റെ ഡ്യൂറേഷൻ 8 മണിക്കൂറാണ്. ആ വണ്ടി ഇടയ്ക്കൊന്ന് കേടായി, ബ്രേക്ക് ഡൗൺ ആയി, ഒന്ന് റിപ്പയറിങ്ങിന് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? വണ്ടിയോട് ഇട്ടുകൊണ്ട് തിരിച്ച് വീണ്ടും ഒന്നുകൂടെ ബില്ലെടുത്ത് വേണ്ടേ കൊണ്ടുപോകാൻ. അപ്പം നമ്മൾ നേരിടുന്നൊരു ഇപ്പോൾ ഓപ്ഷൻ ആയിട്ടുണ്ടോ? അതെ, വണ്ടി എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് E-way ബില്ല് അപ്ഡേറ്റ് ചെയ്തിട്ട് E-way ബില്ല് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ സാർ പറഞ്ഞതുപോലെ ഈ എവിടെയാണോ അത് ജനറേറ്റ് ചെയ്യപ്പെട്ടത് പിന്നെ അവിടെ തന്നെ വരണം. കഴിഞ്ഞു പോയെങ്കിൽ അതൊക്കെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട്. 5 മണിക്ക് ശേഷമാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വണ്ടി ഇറക്കാൻ പറ്റത്തുള്ളൂ. അതെല്ലാവർക്കും അത് അപ്പം അവിടെ തൊഴിലാളിക്ക് വേതനം കൂടുന്നു, അപ്പം വണ്ടിയുടെ വാടക കൂടുന്നു, മൊത്തത്തിൽ കച്ചവടക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള നിരവധി നൂലാമാലകൾ ഈ GSTയുടെ ഇതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ഗുണപ്രദമാണെങ്കിൽ ഇപ്പം വ്യാപാരിയെ മാത്രം നോക്കണ്ട, വ്യാപാരിക്ക് കിട്ടുന്നതിലും ലാഭമാണ് ഈ പറഞ്ഞ വകുപ്പ് കൊണ്ടുപോകുന്നത്. ഒരു പ്രോഡക്റ്റിനകത്ത് 10% ലാഭം മിനിമം വ്യാപാരി അതിനകത്ത് ലക്ഷ്യമിടുമ്പോൾ 28% അല്ലെങ്കിൽ 18% 28% വരെ ഗവൺമെൻറ് എടുക്കുക. അതൊരു വലിയ വിരോധാഭാസമാണ്. ആരും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കച്ചവടക്കാരല്ലാതെ ഗവൺമെന്റ് കിട്ടുന്ന ലാഭം ഇരട്ടിയായി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗവൺമെന്റ് കിട്ടുന്ന ബെനിഫിറ്റ് എന്ത് മാത്രമാണ്. അല്ല, അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നവരുള്ള കാര്യമാണ്. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും നമുക്ക് ആ ഒരു പഴയ ഒരു കോൺസെപ്റ്റാണ്. നമ്മളെല്ലാ കാര്യങ്ങളും റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്ന ഒരു മനോഭാവം നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ബ്യൂറോക്രാറ്റിക് ലെവലിലും പൊളിറ്റിക്കൽ ലെവലിലും ഉണ്ട്. കാരണം മാക്സിമം നമ്മളിവരെ ഒരു കൺട്രോൾ ചെയ്യണം, മാക്സിമം നമ്മളിത് ഊറ്റിയെടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത കിടപ്പുണ്ട്. അതിൻ്റെ ആ ഒരു ഗോസ്റ്റ് ഇതുവരെ നമ്മുടെ ഇതിനെ വിട്ടുപോയിട്ടില്ല. ആ പ്രേതം ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ്. കാരണം ഇപ്പോൾ 28% നികുതി സിമെൻറ്റിന് മേടിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് താത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസിംഗ് സെക്ടറിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഗ്രോത്ത്, അടിസ്ഥാന സൗകര്യ വികസനം മുഴുവൻ, അത് എല്ലാ അടിസ്ഥാന സൗകര്യ വികസനം, അതിന് മാത്രം നമ്മൾ എന്തുമാത്രം ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സെക്ടറാണ് അത്. അപ്പോൾ നമുക്ക് വീടില്ലാത്ത എത്ര ആൾക്കാർക്ക് കൂടെ നമുക്കൊരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കൂടുതൽ എളുപ്പമാകും. അപ്പോൾ അതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു അഡീഷണൽ ഇൻകം ഉണ്ട്. ഇപ്പം നമ്മൾ 28 എന്നുള്ളത് നമ്മൾ 10% കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൺസംഷൻ അതുപോലെ വർദ്ധിക്കും. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ റവന്യൂ ലോസ് അവർക്ക് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ആ കൂടുതൽ ഉപഭോഗത്തിലൂടെ അത് കവർ ചെയ്ത് എടുക്കുവാനായിട്ടും സാധിക്കുന്നതാണ്. സാർ, ശ്രീ ടോം കാവാലം, സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നമുക്ക് എങ്ങനെ ഇതിനെ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആക്കാം? നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലൊക്കെ തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇപ്പോൾ സിമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ടാക്സ് വളരെ കുറച്ച് കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇത് എന്തുകൊണ്ട് നമ്മുടെ GST കൗൺസിലും എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു അതിശയമാണ് ഈ 7 വർഷമായിട്ടും. അപ്പം
അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇപ്പോൾ സാംസൺ സാറ് പറഞ്ഞതും ജോജി സാറ് പറഞ്ഞതും തമ്മിൽ ഒരിച്ചിരി എന്താ പറയുക വിരോധാഭാസമുണ്ട്. കാരണം സാംസൺ സാറ് പറഞ്ഞു GST രജിസ്ട്രേഷനുള്ള ലിമിറ്റ് കൂട്ടിക്കൊണ്ട് ഐ മീൻ മുകളിലേക്ക് പോക്കണം. 40 lakhs എന്നുള്ളത് ഇനിയിപ്പോൾ 1 കോടി ആക്കുകയോ അല്ലെങ്കിൽ 80 ലക്ഷം ആക്കുകയോ ചെയ്യണം. പക്ഷെ അതേ സമയത്ത് ജോജി സാറ് പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഇതെന്ന് പറയുന്നത് മാക്സിമം ആൾക്കാരെ രജിസ്ട്രേഷൻ എടുപ്പിക്കുക, പക്ഷേ ഇതിൻ്റെ പെർസെൻറ്റേജ്, ഇതിൻ്റെ ടാക്സ് റേറ്റ്സ് കുറച്ച് കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു ചിലപ്പം അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം അല്ലെങ്കിൽ ഈ 40 ലക്ഷം രൂപ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 40 ലക്ഷം രൂപ താഴെ വിൽക്കുന്ന ഒരാൾക്ക് 18% ഡിസ്കൗണ്ടിൽ വേണമെങ്കിൽ വിൽക്കാൻ പറ്റും. അതേസമയം 45 ലക്ഷം രൂപ ടേൺ ഓവർ വരുന്ന ഒരാൾക്ക് അത് കുറയ്ക്കാൻ പറ്റില്ല, കാരണം അയാൾക്ക് അത്രയും GST കൊടുക്കില്ല. ഇല്ല, അതിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ 100 രൂപ മുടക്കിയ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു, അതിന് നമ്മൾ 18 രൂപ നമ്മൾ നികുതി ഓൾറെഡി കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. ആ സാധനം നമ്മൾ വിൽക്കുന്നത് പിന്നെ 110 രൂപയ്ക്കാണ്. 110 രൂപയ്ക്ക് വിൽക്കുമ്പോൾ പിന്നെ അവിടെ വരുന്ന ഈ പറഞ്ഞ പോലുള്ള 2 രൂപ താഴെയുള്ള ആ ഒരു ഡിഫറൻസേ വരുള്ളൂ. അതൊരു ഇതിൻ്റെ ഒരു കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഒരു വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് പറയാനുള്ള കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഫ്ലേഷന് ആനുപാതികമായിട്ടുള്ള രീതിയിൽ ഈ ത്രഷോൾഡ് നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ല. അതായത് നമുക്ക് ഈ വിലക്കയറ്റത്തിന് ആനുപാതികമായിട്ടുള്ള രീതിയിൽ, അതായത് നമുക്ക് വാറ്റ് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് വെച്ചിരുന്ന ഒരു ലിമിറ്റാണ് ഈ 40 lakhs എന്ന് പറയുന്നത്. അതായത് ഒരു 10-15 വർഷം മുമ്പും 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവർ പിന്നെ ടാക്സ് കൊടുക്കേണ്ടിരുന്നു, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പലയിടത്തും ഒരു വളരെ ഇത്തരം കാര്യങ്ങളിലൊരു പ്രായോഗികമായിട്ടുള്ള ജ്ഞാനമില്ലാത്ത വളരെ സാധാരണക്കാർ, ചിലപ്പോൾ ഒരു സ്കൂളിലൊക്കെ വരെ കഷ്ടിച്ച് പോയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പോലും നമ്മൾ നോക്കാം. കാരണം അത് ഞാൻ ഇപ്പം ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. കച്ചവടക്കാരൻ്റെ കാര്യം പോട്ടെ, നമ്മൾക്കിപ്പോൾ 140 MLA-മാരുണ്ട്. നിങ്ങൾ അതിനകത്തുനിന്ന് റാൻഡമായിട്ട് ഒരു 15 പേരെ വിളിക്കുക, എന്നിട്ട് അവരോട് ഈ GST ഒരു കോൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയാമോ? ദേ ആർ ദ ലോ മേക്കേഴ്സ് അല്ലേ? അവരെ കൊണ്ട് നിങ്ങളൊന്ന് പറയിപ്പിക്കാമോ? ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുള്ള MLA-മാർക്ക് അത് വളരെ വളരെ ഒരു അസ്റ്റോണിഷിംഗ്ലി ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു അജ്ഞത ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് പോലും ഇതൊക്കെ തന്നെയാണ് എന്തുകൊണ്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റ് ആവുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം. നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ മുകളിലുള്ള ഓരോരോ തലങ്ങളിൽ ഇവരാണ് ചെന്ന് പറയേണ്ടത് GST ഇങ്ങനെ. പക്ഷെ അവർക്കതിനെപ്പറ്റി അറിവില്ലെങ്കിൽ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയൊന്നും അത് പ്രായോഗികമല്ല. അല്ല, അവിടെയും വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മുടെ ലോ മേക്കേഴ്സിന് പോലും ഇതിനെക്കുറിച്ച് അജ്ഞതയുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സാധാരണക്കാരനായ ഒരു 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 കച്ചവടക്കാരന് ഈ നിയമങ്ങളെക്കുറിച്ച് അവൻ പൂർണ്ണജ്ഞാനിയായിട്ട് ഈ കാര്യം ചെയ്യാനായിട്ട് അവന് പ്രായോഗികമായിട്ട് പറ്റും. അത് തന്നെ കറക്റ്റ്. അവിടെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. അയാളെ പിന്നെ ഞാൻ പറഞ്ഞ ഇതിൽ ഏക ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീ വിനോദിനെ പോലെയുള്ള ആളുകളുടെ സാന്നിധ്യമാണ്. അവരുടെ അടുക്കൽ നമ്മൾ വാങ്ങിച്ചതിൻ്റെ മുഴുവൻ കൂടെ ബില്ലും നമ്മൾ വിറ്റതിൻ്റെ ബില്ലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ഇത് നമുക്ക് റെഡിയാക്കി തരും. എത്രയാണ് ഉദ്യോഗസ്ഥരെ പിടിച്ചാൽ പറയുന്നത് നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ലെന്നാ പറയുന്നത്. അല്ല, അതുണ്ട്, അതാണ് നമ്മൾ അല്ല അതൊരു പഴയ ഒരു നിയമമാണ്, കവിയറ്റ് ടെംപ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലെറ്റ് ദ ബയർ ബിവെയർ എന്നാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിന് അത് അറിഞ്ഞിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു നിയമ ഒരു തത്വമാണത്. അതിപ്പോൾ എല്ലായിടത്തും ഉള്ള കാര്യം. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റവന്യൂ ലോസ് ഇത് ഉയർത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ഉണ്ടാവുകയില്ല. കാരണം നമ്മളിപ്പോൾ പറയുന്ന ഒരു മാസം 2 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്ത് വരുന്ന ഒരു കളക്ഷനാണ്. ഒരു ആണ്ടിൽ ഏതാണ്ട് 25 ലക്ഷം കോടി രൂപ പിരിഞ്ഞ് വരുന്നിടത്താണ് നമുക്ക് ഈ ഒരു ചെറിയൊരു സമൂഹത്തിൻ്റെ ഉള്ളത്. അതേസമയം ഇച്ചിരി ഒരു സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി വിപുലമായിട്ടുള്ള രീതിയിൽ വ്യാപാരം ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ GST ഇല്ലാതെ ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പോൾ അവൻ തന്നെ കമ്പൽഡാണ് ഇത് എടുക്കാനായിട്ട്. പക്ഷേ അതല്ലാത്ത വളരെ ചെറിയ നമ്മുടെ ഗ്രോസറി ഷോപ്സ് അതുപോലുള്ള ആൾക്കാർക്കൊക്കെ അവർ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഓപ്ഷൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞത്. ഞാനത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നുള്ളതല്ല പറഞ്ഞ്, ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിൽക്കാനും അല്ലാതെ മാറാനും ഉള്ളൊരു സൗകര്യം കൊടുക്കുന്നത്. വ്യാപാരികൾ GST ബില്ല് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഗവൺമെൻറ്റിലേക്ക് ആ പൈസ പോകുന്നുണ്ട്. GST ബില്ല് ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനകത്ത് അങ്ങനെയുള്ള പേരിൽ ആരെങ്കിലും കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ
അത് തീർച്ചയായും അത് വളരെ വളരെ റെയർ ആണ് എന്നുള്ളതാണ് എനിക്ക് അതിനിപ്പോൾ ഒരു തോന്നുന്നത്. ആപ്പുണ്ട്, പെരിഡോട്ട് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. നമുക്കിപ്പോൾ ഒരു സ്ഥാപനങ്ങളിൽ GST നമ്പർ പ്രദർശിപ്പിച്ചിരിക്കണമെന്നുണ്ട്. അപ്പോൾ ആപ്പിലൂടെ അല്ലെങ്കിൽ നമുക്ക് ആ നമ്പർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉപഭോക്താവിനോ അല്ല ആർക്കാണേലും നമുക്ക് അവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ എന്നും, ഇനി നമുക്ക് കിട്ടിയൊരു ബില്ലാണെങ്കിൽ പോലും അത് നേരത്തെ ഗവൺമെൻറ് ഒരു ഇതിറക്കിയായിരുന്നു, ബില്ല് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഒരു ലക്കി ഡ്രോ ഒക്കെ നടത്തിയായിരുന്നു. അതൊന്നും പ്രാക്ടിക്കലായിട്ട് വന്നില്ല, അതുകൊണ്ട് അതങ്ങ് മാറിപ്പോയി. അപ്പോൾ അങ്ങനെ ബില്ല് ഉപഭോക്താവ് കൂടെ കുറച്ച് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മേഖലയിൽ കുറച്ചുകൂടെ ടാക്സ് കളക്ഷൻ കൂടുകയും ചെയ്യും. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കൂടുതലും അത് വരുന്നത് ഈ ഒരു സർവീസ് സെക്ടറിലായിരിക്കും, അതിൻ്റെ കൂടുതൽ സേവന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തലങ്ങളിലായിരിക്കും. ഇപ്പോൾ ഒരു സേവനം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു GST ബില്ലെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല എന്ന് ഒരു ബ്ലാങ്കറ്റായിട്ടുള്ള ഒരു അക്യൂസേഷൻ അല്ല അത്. എങ്കിലും ഞാൻ ഒരു പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കാം ഒരു പക്ഷേ ലീക്ക് കൂടുതൽ വരുന്നത്. മറ്റതിൽ ചരക്ക് വിൽപ്പനയുടെ തലങ്ങളിൽ അത് വരുന്ന അത്ര എളുപ്പമല്ല. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തു, നമുക്ക് GST ബില്ലും കിട്ടി, ഈ നമ്മൾ മേടിക്കുന്ന ആൾക്ക് GST നമ്പറും ഉണ്ട്. പക്ഷേ അവർ GST ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവരോട് പോയി സംസാരിക്കാം എന്നല്ലാതെ എൻ്റെ ഈ ബില്ലുണ്ട് അതുകൊണ്ട് എനിക്കിതിൻ്റെ ക്ലെയിം കിട്ടണം എന്ന് പോയി പറയാനായിട്ട് നമുക്കിപ്പോൾ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. അതും കൂടെ വേണം. കാരണം നമ്മൾ വളരെ ജെന്യൂനായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചു അല്ലെങ്കിൽ ഒരു സർവീസ് ഒരാളുടെ നിന്ന് എടുത്തു, അതിന് അയാളുടെ നിന്ന് എനിക്ക് ബില്ല് കിട്ടി, ഞാൻ പേയ്മെൻറ്റ് നടത്തി, പക്ഷേ എന്നിട്ടും അവരവിടെ നിന്ന് ഫയൽ ചെയ്തില്ലെങ്കിലും അത് പീനലൈസ് ചെയ്യുന്നത് ഞാനാന്ന് പറയുന്നത് ശരിയാവത്തില്ല. അത് ഗവൺമെൻറ് വരുത്തേണ്ട മാറ്റമാണ് നിയമത്തിൽ കൊടുത്തത്. അത് വിനോദാണ് ഏറ്റവും കറക്റ്റായിട്ട് അത് പറഞ്ഞത്. നമ്മൾ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നുള്ളതാണ് ഒരു പരിപാടി. അതായത് ഇപ്പം ഞാനിപ്പോൾ 100 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിച്ചു ഒരിടത്ത് നിന്ന്, ആ വാങ്ങിച്ചപ്പോഴത്തേക്ക് അയാൾ എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ടാക്സും കളക്ട് ചെയ്തു. ഞാനിവിടെ വന്നു 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് വിറ്റു. 110 രൂപയ്ക്ക് വിറ്റ് ഞാൻ 110 രൂപയുടെ ടാക്സ് എൻ്റെ ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഞാൻ കൊടുത്ത ആ 100 രൂപയുടെ ടാക്സ് കിഴിച്ചിട്ട് ബാക്കിയുള്ള തുക അടയ്ക്കുമ്പോൾ എനിക്കറിയില്ലല്ലോ, ഇത് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ്. അവർ ഗവൺമെൻറ് എന്നോട് പറയാണ്, നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ സാധനം വാങ്ങിയത് അയാൾ ടാക്സ് അടച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത നികുതി ഞങ്ങൾ വകവെച്ച് തരില്ല. നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത് കളക്ട് ചെയ്യുന്ന ആൾക്കല്ല, നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതായത് GSTക്ക് യാതൊരു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഡിപ്പാർട്ട്മെൻറ്റിനോ യാതൊരു ഇതുമില്ല. വ്യാപാരികൾ തമ്മിൽ അത് തീർത്തോണം, അവനെ കൊണ്ട് അടപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് തരും എന്നുള്ളതാണ്. ഇത്രയും ഒരു അനീതിയുള്ള ഒരു നിയമം വേറെ ഉണ്ടോ? കാരണം വേറൊരാൾ നിയമലംഘനം കാണിച്ചു കഴിഞ്ഞാൽ എന്നെ ശിക്ഷിക്കുക. വിപിൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ആരെങ്കിലും ഒരാളെ തല്ലി, അപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ പിടിച്ച് ജയിലിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ബന്ധപ്പെട്ട ഒത്തിരി കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇറ്റ്സ് എ ഡിനയൽ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറ്റില്ല എന്നുള്ളൊരു കാര്യം അത് പറഞ്ഞു. അത് ഗവൺമെൻറ്റിൻ്റെ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിലെ ഒരു ഗവൺമെൻറ്റിന് ഒരിക്കലും അനുവർത്തിക്കുവാൻ പാടില്ലാത്തതായിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ ഇവിടെ ഇതാകാം പാവപ്പെട്ട ഭാരതീയരോട് ഇത് ചെയ്താൽ കുഴപ്പമില്ല എന്ന് ഉള്ള ആ ഒരു തോന്നൽ മുകളിലിരിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഉള്ളതുകൊണ്ടാണ് അവർ ഈ വൃത്തികേട് കാണിക്കുന്നത്. ഇത് എവിടെയെങ്കിലുമൊക്കെ ഉയർന്നു വരേണ്ട ഒരുപാട് പേരുടെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന ചിന്തകളാണ് ഈ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ഈ ചർച്ചയിലൂടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. GST നടപ്പിലാക്കിയിട്ട് 7 വർഷങ്ങൾ കഴിയുമ്പോൾ അതേക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലായിരുന്നു ഈ ചർച്ചയിൽ നമ്മൾ കേട്ടത്. ഒരുപാട് കാര്യങ്ങളാണ് പൊതുസമൂഹത്തിന് അറിയാതിരുന്ന അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരുടെയും മനസ്സിൽ അടക്കി വെച്ചിരുന്ന ഒരുപാട് ചിന്തകളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തവരിലൂടെ ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ശരിക്കും ഭരണാധികാര തലങ്ങളിൽ ഒരു മാറ്റം വരുത്തുന്നതിന് ഈ ചർച്ചകൾക്ക് സാധിക്കട്ടെ, ഈ ചിന്തകൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ശ്രീ വിനോദ് മാത്യു കൊച്ചിത്ര, ശ്രീ സാംസൺ വലിയപറമ്പിൽ, ശ്രീ ജോജി ജോസഫ്, ശ്രീ ടോം കാവാലം, 4 പേർക്കും റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ഹൃദ്യമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.